ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും കയ്യിലുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇലയുടെ വീഡിയോ ആണെന്ന്. ഇതിലേക്കുള്ള ഫില്ലിങ്ങിൽ തേങ്ങയുടെ കൂടെ നേന്ത്രപ്പഴം കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടിയിലേക്ക് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കാനായിട്ട് 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിരുന്നു. അത് മുഴുവനായിട്ടും ആവശ്യം വന്നില്ല. ഒരു 3/4 കപ്പ് വെള്ളമാണ് എനിക്കിതിക്ക് ആവശ്യമായി വന്നിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതിയാവും. ഞാൻ മീഡിയം വലുപ്പമായതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്കൊരു 3/4 കപ്പ് തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ഫില്ലിങ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3-4 മിനിറ്റും കൂടി മാറ്റിയെടുക്കാം. നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഇതിലേക്ക് അരിച്ചു വയ്ക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത ശർക്കരപ്പാനി തേങ്ങയുടെയും നേന്ത്രപ്പഴത്തിൻ്റെയും മിക്സിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ശർക്കര പാനിയൊക്കെ മിക്സിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അത് തയ്യാറാക്കാനായിട്ട് വാഴയില കഴുകി കൊടുന്നത് തുടച്ചു കൊടുത്ത് സ്റ്റവിലൊന്ന് കാണിച്ചൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. മാവിൽ നിന്നും കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് വാഴയിലയിൽ വെച്ച് പരത്തി കൊടുക്കാം. ഇത് പരത്തിയെടുക്കുമ്പോൾ കൈയൊന്ന് നനച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഫില്ലിങ് വേണം അതിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഫില്ലിങ് വെച്ചതിന് ശേഷം നമുക്ക് വാഴയില മടക്കി കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരളവിൽ എനിക്ക് 8 ഇലയുടെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഇഡലിത്തട്ടിലാണ്. അപ്പോൾ അതിൽ വെള്ളം വെച്ച് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2 തട്ടിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 10 to 15 മിനിറ്റ് മതിയാവും. അതിനുള്ളിൽ വേവായിട്ട് കിട്ടും. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ വേവായിട്ടുണ്ട്. ഇലയിൽ നിന്ന് ഇതുപോലെ വിട്ടു പോരുന്നുണ്ടെങ്കിൽ വേവായിട്ടുണ്ട് എന്നാണ്. ഇല്ല എങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇലയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക.